ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോൾ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ബീഹാറിൽ കോൺഗ്രസ് വിരലിലെണ്ണാവുന്ന സീറ്റിലേക്ക് ഒതുങ്ങി. BJPക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന്റെ മുനയൊടിക്കുന്നത് കൂടിയാണ് ബീഹാർ ഫലം. എന്റെ എല്ലാ മാനവും പോയി. NDA 203, അതായത് ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നു. മഹാഗഠബന്ധൻ 34 എന്ന ചെറിയ സംഖ്യയിലേക്ക് ഒതുങ്ങുകയാണ്. പാരമ്പര്യത്തിന്റെ തഴമ്പിൽ പോരിനിറങ്ങിയ കോൺഗ്രസും അടപടലം അങ്ങനെ വീണിരിക്കുകയാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. വസന്ത്, വോട്ട് ചോരി, വോട്ടായില്ല, കിണറ്റിൽ എടുത്തു ചാടി, ഒരു കാര്യവും ഉണ്ടായില്ല. ഒരു മാസമാണ് എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു. ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു. എന്നതിനപ്പുറത്ത് എന്താ പറയുക? നമ്മളീ തോറ്റു കഴിയുമ്പോൾ ജനതയെ മുഴുവൻ, അത് ഇവിടെ ഞാൻ ഒരു പാർട്ടിയും പറയുന്നതല്ല, എല്ലാവരെയും പറയുന്നതാണ്. എല്ലാ പാർട്ടികളും അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ ജനതയെ അങ്ങ് കുറ്റപ്പെടുത്തും. മനുഷ്യനാണ് വോട്ട് ചെയ്യുന്നത്, അല്ലാതെ റോബോട്ട് ഒന്നും വോട്ട് ചെയ്യുന്നതല്ല. ഇനി നിങ്ങൾ പറഞ്ഞതൊന്നും അവിടുത്തെ ജനങ്ങൾ കേട്ടില്ല എന്നാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും അടക്കം രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തിയ ഇടങ്ങളിൽ പോലും NDAക്ക് മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൂടെ നിർത്തി ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. കേരളത്തിലും കോൺഗ്രസിന്റെ ഗതി UDFലെ മറ്റ് ഘടകകക്ഷികൾ ചിന്തിക്കേണ്ട സമയമാണ്. ഈ വിശ്വാസ്യതയില്ലാത്ത രാജ്യദ്രോഹ ആരോപണങ്ങൾ രാജ്യത്തിനെതിരായി നടത്തുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. വ്യാപകമായ കള്ളപ്രചരണം ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി, ലോകത്തിലെ തന്നെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരായി ഏറ്റവും ഹീനമായ രാജ്യദ്രോഹ പ്രസ്താവനകൾ ഇറക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇന്ത്യയിൽ ഒരിടത്തും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളോ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളോ ആവർത്തിക്കുന്നില്ല. ബീഹാറിൽ പോലും തേജസ്വി യാദവ് വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല. ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ആരും തന്നെ വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. നിർഭാഗ്യവശാൽ കേരളത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇപ്പോഴും വോട്ട് ചോരി ആരോപണവുമായിട്ട് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ശരിയായി പിന്തുണയ്ക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് പാർട്ടി ഉള്ളത് കേരളത്തിലാണ്. രമേശ് ചെന്നിത്തലയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ കണ്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വിഡ്ഢിത്തം വിളമ്പുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ. ബീഹാറിൽ ജയിച്ചത് NDA അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായ സംഭവത്തിന്റെ ഒരു അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. അപ്പൊ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്ത് നടന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ്. അതിന്റെ റെപ്പറ്റീഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്നുണ്ടാക്കിയ ഒരു അട്ടിമറിയാണ്. ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും എന്ത് വേണമെന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി അവരുടെ മോഡി ഷാ ഭരണത്തിന്റെ കീഴിൽ ഒരു നിഷ്പക്ഷ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള
ഇതിൻ്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ബീഹാറിൽ നടന്നത്. മഹാരാഷ്ട്രയിൽ ഇത് നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഹരിയാനയിൽ നടന്നപ്പോൾ പറഞ്ഞു. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. പരാതികൾ കൊടുത്തു, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. വീണ്ടും ഇപ്പോൾ ബീഹാറിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു. എന്ത് വേണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട സാഹചര്യമാണ്. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കുന്നത് ഞാൻ ഏറ്റു. പൊതുവാഴ്ച ഏറ്റിട്ടാ. വസന്ത്, വോട്ട് ചോരി വോട്ടായില്ല, കിണറ്റിൽ എടുത്തു ചാടി, ഒരു കാര്യവും ഉണ്ടായില്ല. ഒരു മാസമാണ് ഒരു മാസമാണ് തെരഞ്ഞെടുപ്പ് സീനിൽ നിന്ന് രാഹുൽ ഗാന്ധി വിട്ടുനിന്നത്. കോൺഗ്രസ് 60 സീറ്റിൽ മത്സരിച്ച് ഇതായിപ്പോൾ 4ഓ 5ഓ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അത് ഏറ്റവും മോശം പ്രകടനം 5ആണ്. അതിൽ താഴെ പോകുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഞങ്ങൾ അവിടെ തോറ്റുവെങ്കിലും ഞങ്ങൾ ആ തോൽവി അംഗീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അത് തേജസ്വി യാദവാണ്. ബീഹാറിലെത്തിയ മാധ്യമങ്ങൾ മുഴുവൻ ഈ സമയം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉറപ്പില്ല കേട്ടോ, പിന്നിലാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കണ്ട പോലെ BJPക്ക് ആ പ്രാദേശിക കക്ഷി അപ്പാടെ ഇവിടെ വിഴുകാൻ പറ്റില്ല. കാരണം നിതീഷ് കുമാറിനെ കൂടെ താങ്ങിക്കൊണ്ടാണ് കേന്ദ്രഭരണം നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയില്ല, നമ്മുടെ വീട്ടിലെ ഓട്ട അടച്ചിട്ട് വേണം മറ്റു വീടിനെ കുറ്റം പറയാന്ന് പറയും. ഇപ്പോൾ BJP അവിടെ വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു. NDA 200 കടന്ന് ഇപ്പോൾ NDA പിന്തുണയ്ക്കുന്ന ഷാഹു പ്രസാദ് വരെ പറഞ്ഞു അദ്ദേഹം ഒരു 160 എന്നൊക്കെ വിചാരിച്ചു, ഇത്രയും പോകുന്ന കരുതില്ല. അവരങ്ങനെ ഒരു വലിയ കുതിപ്പ് നേടി. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വേറെ ടൺ കണക്കിന് ഫോട്ടോ പ്രിന്റ് എടുത്തു വന്ന് പൊട്ടിച്ചോരിയെന്ന് ആരോപിച്ചതുകൊണ്ട് ജനം അതങ്ങ് ഒറ്റയടിക്ക് ശരിയാണ്, രാഹുൽ ഗാന്ധി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് അടക്കമുള്ള ഇവിടുത്തെ ജനാധിപത്യ കക്ഷികൾ മനസ്സിലാക്കേണ്ടത്, ലെവൽ പ്ലേയിങ് ഫീൽഡ് എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ ഓടിക്കോളൂ, റേസ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യത്തിൽ ഫീൽഡ് ഇല്ലാതെ എവിടെ ഓടാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആയതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്, വലിയ നിയമ പോരാട്ടത്തിന് സമയം ഉദിച്ചിരിക്കുന്നു. ഫീൽഡ് ലെവലില്ല എന്നുള്ള കാര്യം ഇപ്പൊ കേരളത്തിലടക്കം നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുക. ഒരു രാഷ്ട്രീയ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു എഡ്ജാണ്, അത് എല്ലാവരും ഉപയോഗിക്കും. അതിപ്പോ കോൺഗ്രസ് സ്ഥലത്ത് രേവന്ത് റെഡ്ഡിയും അടക്കമുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, കർണാടകയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി പറഞ്ഞ ഈ SIR-മായി ബന്ധപ്പെട്ട പരാതി ഉണ്ടല്ലോ, ഈ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. ബീഹാറിൽ നിന്ന് പോയ 50 ലക്ഷത്തിലധികം മനുഷ്യരുടെ പേരിനെ കുറിച്ച് ചോദിച്ചു. ഒരു പരാതി, ഒരു കേസ് പോലും ഒരു കോടതിയിൽ പോലും കോൺഗ്രസ് കൊടുത്തിട്ടില്ല. ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി അവിയല് വെച്ചത് സാമ്പാറായി പോയി. ഈ ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ടികൾ പോയി SIR എന്ന പ്രക്രിയക്ക് പാർട്ടികൾ പോയി. ഈ പേര് എന്റെ പേരില്ല എന്ന് പറഞ്ഞ ആരും വന്നില്ലെന്നാണ് പറഞ്ഞത്. അത് രണ്ടും രണ്ടാണ്. സംശയമൊന്നുമില്ലല്ലോ. അതെങ്ങനെ തെറ്റാകും? അതെങ്ങനെ തെറ്റാകും? രാഷ്ട്രീയ പാർട്ടികൾ ഞാനില്ലാന്ന് പറഞ്ഞാൽ ഞാൻ പരാതി കൊടുക്കണ്ടേ? ഞാൻ പരാതി കൊടുക്കാൻ തയ്യാറാവണ്ടേ? വസന്തിന്റെ പേരില്ലെങ്കിൽ വസന്തെങ്കിലും പോയി പരാതി കൊടുക്കണ്ടേ? എന്തുകൊണ്ട് ഞാനില്ല എന്ന് ചോദിക്കണ്ടേ? അത് ചോദിച്ചില്ല എന്നാ പറയുന്നത്. നിങ്ങളും ഷാഹു പ്രസാദും കൂടെ സംസാരിച്ചോളൂ. എന്നെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തന്നോളൂ. പത്താം തീയതി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 9-ാം തീയതി എല്ലായിടത്തും കൊണ്ടുപോയി പൈസ പെനിട്രേറ്റ് ചെയ്യാണ്, പണം പെനിട്രേറ്റ് ചെയ്യാണ് ഗവൺമെന്റ് മെഷീനറിയിലൂടെ. ജഡ്ജൊക്കെ ഉണ്ട്. അതിന് പകരമായി നിങ്ങൾ 30,000 തേജസ്വി യാദവ് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഫ്രീ ബീസ് കൊടുക്കാൻ അപ്പം നിലവിൽ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തു, പറ്റാത്തവർ ഞങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അവിടെ അത് ബാലൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ എന്ന് നിങ്ങൾ പറഞ്ഞതൊന്നും അവിടുത്തെ ജനങ്ങൾ കേട്ടില്ല എന്നാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും അടക്കം. രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തിയ ഇടങ്ങളിൽ പോലും NDAക്ക് മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടിയുണ്ട്. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നത്, ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു. ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു എന്നതിനപ്പുറത്ത് എന്താ പറയുക? നമ്മൾ ഈ തോറ്റ് കഴിയുമ്പോഴേ ജനതയെ മുഴുവൻ, അത് ഇവിടെ ഒരു പാർട്ടി പറയുന്നതല്ല, എല്ലാവരും പറയുന്നതാണ്. എല്ലാ പാർട്ടികളും അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ ജനതയെ അങ്ങ് കുറ്റപ്പെടുത്തി. മനുഷ്യനാണ് വോട്ട് ചെയ്യുന്നത്, അല്ലാതെ റോബോട്ട് ഒന്നും വോട്ട് ചെയ്യുന്നതല്ല. ഇനി സുപ്രീം കോടതിയിലൊക്കെ പോകൂ. ഇത് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജയിച്ചത്, ബീഹാറിലെ ജനതയെ മുഴുവൻ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയട്ടെ.